നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു കണ്ണങ്കര. പ്രധാന വാർത്തകൾ. LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന ട്രക്ക് തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. പാചകവാത വിതരണം സംസ്ഥാനത്ത് പ്രതിസന്ധിയിലേക്ക്. മദ്യവിൽപ്പനയിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. ചില്ലറ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ നവീകരിക്കുന്നതിനേക്കാൾ സർക്കാരിന് ബാർ ലൈസൻസ് വിഷയമാണ് താൽപര്യമെന്ന് ഹൈക്കോടതി. പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിനായി മഹിളാ സമാഖ്യയുടെ പ്രവർത്തനത്തിന് തുടക്കമായി. അതിവികസന മേഖലയായ അത്തിക്കയം ഭാഗങ്ങളിൽ യാത്ര ദുരിതപൂർണമാവുന്നു. പരാതികൾ വെറും ജലരേഖയായി മാറുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പാചകവാത വിതരണം പ്രതിസന്ധിയിലായി. LPG സിലിണ്ടർ വിതരണം ചെയ്യുന്ന ട്രക്കുകളിലെ ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങിയതോടെയാണ് പ്രതിസന്ധി തുടങ്ങിയത്. സർക്കാർ പണിമുടക്കുന്ന തൊഴിലാളികളുമായി സർക്കാർ നാളെ ചർച്ച നടത്തുവാനിരിക്കുകയാണ്. പ്രധാനമായും ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടാണ് LPG ട്രക്ക് തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 3 എണ്ണ കമ്പനികൾക്കുമായി 7 LPG പ്ലാന്റുകളാണുള്ളത്. ഇതിൽ പാരിപ്പള്ളിയിലേക്ക് ഒഴിച്ചുള്ള പ്ലാന്റുകളിൽ നിന്നുള്ള LPG വിതരണമാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. 2000-ഓളം ജീവനക്കാരാണ് സമരരംഗത്ത് ഉള്ളത്. പല സ്ഥലങ്ങളിലും ജീവനക്കാരുമായുള്ള കരാർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ജീവനക്കാർ പണിമുടക്കിന് നോട്ടീസ് നൽകിയിരുന്നു. സർക്കാർ അംഗീകരിച്ച ശമ്പള വ്യവസ്ഥകൾ നടപ്പാക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ തീരുമാനമായിരുന്നില്ല. അതിനിടെ 3 കമ്പനികളുടെയും സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ട്രക്കുകൾ പണിമുടക്കിൽ നിന്നും പിന്മാറി. ശമ്പളം സംബന്ധിച്ച് താൽക്കാലിക ധാരണ ഉണ്ടായതിനാലാണ് അവർ പണിമുടക്കിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ചില്ലറ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ നവീകരിക്കുന്നതിനേക്കാൾ സർക്കാരിന് താൽപര്യം ബാർ ലൈസൻസ് വിഷയത്തിലാണെന്ന് ഹൈക്കോടതി. മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ നവീകരിക്കുവാൻ കമ്മീഷനെ നിയോഗിക്കണമെന്ന നിർദ്ദേശത്തോട് പ്രതികരിക്കാത്ത സർക്കാരിനെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിശിതമായി വിമർശിച്ചു. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസെടുത്തപ്പോൾ AGയോ അഡീഷണൽ AGമാരോ ആന്റോണി ജനറലോ ഹാജരായിരുന്നില്ല. കോടതിയുടെ രൂക്ഷ വിമർശനത്തെ തുടർന്ന് ഹാജരാകാമെന്ന് പിന്നീട് AG സമ്മതിച്ചു. ബിവറേജസ് കോർപ്പറേഷൻ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളോട് സർക്കാരിന് ചിറ്റമനായമാണെന്ന് കോടതി വിമർശിച്ചു. മെട്രോ റെയിലിന് ഡൽഹി മാതൃക സ്വീകരിച്ചു. ചില്ലറ മദ്യവിൽപ്പനയടക്കം ഡൽഹിയിലുള്ള കുറ്റമറ്റ മറ്റ് വികസന മാതൃകകളും കേരളത്തിന് സ്വീകരിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. കൊല്ലം ഭരണിക്കാവിലെ ചില്ലറ മദ്യവിൽപ്പന ശാലയിലേക്ക് ലൈസൻസ് നിഷേധിച്ച പഞ്ചായത്ത് തീരുമാനം ചോദ്യം ചെയ്ത് ബിവറേജസ് കോർപ്പറേഷൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം. നിലവാരമുള്ള ബാറുകൾക്ക് അനുമതി നൽകണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ പത്തനംതിട്ടയിൽ ആവശ്യപ്പെട്ടു. ഇതോടെ ബാർ ലൈസൻസ് വിഷയത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ ഏതാണ്ട് ഒറ്റപ്പെട്ടു. ബാർ ലൈസൻസ് വിഷയത്തിൽ തീരുമാനമെടുക്കാറായെന്നും VD സതീശൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിലാണ് VD സതീശൻ ബാർ ലൈസൻസ് സംബന്ധിച്ചുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയത്. വാർത്താ സമ്മേളനത്തിൽ സുധീരനെയും സതീശൻ ഉന്നം വെച്ചു. ഒരാൾ മദ്യവിരുദ്ധനെന്നും മറ്റൊരാൾ മദ്യ ലോബിയുടെ ആളാണെന്നും നിലപാട് ശരിയല്ലെന്നും സതീശൻ പറഞ്ഞു. ഇടവേള. സാറിനും ലോട്ടറിയോ? കേരള ഭാഗ്യക്കുറി എടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ടുവരുന്നത്. അതെ, ഇതുവഴി ഞാൻ അയാളുടെ അധ്വാനത്തെയാണ് ബഹുമാനിക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഉത്തരവാദിത്വത്തിന്റെ ഉറപ്പിച്ചീട്ട്. വിശ്വസ്തം, സുതാര്യം, ജനകീയം. വാർത്തകൾ തുടരുന്നു. ഗ്രാമതലങ്ങളിൽ സാമൂഹ്യമായും സാമ്പത്തികമായും പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന മഹിളാ സമാഖ്യയുടെ ജില്ലാതല പ്രവർത്തനോദ്ഘാടനം നടന്നു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് കേരള മഹിളാ സമാഖ്യ സൊസൈറ്റി. ഗ്രാമതലങ്ങളിൽ സാമൂഹ്യമായും സാമ്പത്തികമായും പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ വിദ്യാഭ്യാസ
ശാക്തീകരണമാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. പ്രൈമറി വിദ്യാഭ്യാസ പദ്ധതി, സർവശിക്ഷാ അഭിയാൻ, സാക്ഷരതാ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് സമഖ്യയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സ്ത്രീകൾക്ക് സമൂഹം പരമ്പരാഗതമായി നൽകിയിട്ടുള്ള പങ്കുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും തങ്ങളുടെ സ്വയം അവകാശബോധത്തിൽ മാറ്റം വരുത്തുന്നതിനും വേണ്ടി മഹിളാ സമഖ്യ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറം, പാലക്കാട്, വയനാട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ ഇതിനോടകം തന്നെ സമഖ്യയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലയിൽ റാന്നി ബ്ലോക്ക് പഞ്ചായത്തിനെയാണ് സമഖ്യയുടെ പ്രവർത്തനങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സമഖ്യയുടെ ജില്ലാതല പ്രവർത്തനോദ്ഘാടനം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ നിർവഹിച്ചു. വിവിധ തരത്തിലുള്ള സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും സ്ത്രീ കൂട്ടായ്മയിലൂടെയും വലിയ ഒരു ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും അതിൽ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ രംഗത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ സ്ത്രീ സമൂഹത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അവരുടെ ഉന്നമനത്തിന് ഉയർത്തെഴുന്നേൽപ്പിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ, ക്ലാസുകൾ അടക്കം അതിന് വേണ്ടുന്നതായ പദ്ധതികൾ ആവിഷ്കരിച്ച് ഫലപ്രദമായി നടപ്പിലാക്കി വിജയകരമായി പൂർത്തിയാക്കി ആ ഒരു പ്രദേശത്തെ വികസനത്തിലേക്ക് നയിക്കുക, വികസനത്തിലെ പന്താവിലൂടെ നയിക്കുക എന്നുള്ളതാണ് സമഖ്യ സൊസൈറ്റിയുടെ പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ ഉദ്ദേശിക്കുന്നത്. വിശദ വിവരങ്ങൾ നമുക്ക് നൽകുന്നതിനും ക്ലാസ് എടുക്കുന്നതിനുമായി അതിന്റെ സംസ്ഥാന ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ അലക്സ് അധ്യക്ഷത വഹിച്ചു. സമഖ്യയുടെ സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസർ പി ഉഷ പദ്ധതിയുടെ വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രഹ്ലാദൻ, അനിവലികാല, നിഷ അലക്സ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മെഴ്സി പാണ്ഡ്യത്ത്, പ്രദീപ് കുമാർ കിഴക്കേവിള, റാന്നി ഗ്രാമപഞ്ചായത്ത് അംഗം പി ആർ പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. മതപരിവർത്തനം രാജ്യത്ത് അനുവദിക്കരുതെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. മതന്യൂനപക്ഷങ്ങൾ ഏത് നിലപാട് സ്വീകരിച്ചാലും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവർക്ക് പിന്നിൽ നിൽക്കുമെന്നും തുഷാർ കുറ്റപ്പെടുത്തി. മതപരിവർത്തനം ഒരു കാരണവശാലും ഈ രാജ്യത്ത് നടപ്പിലാക്കുവാൻ പാടില്ലെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മതപരിവർത്തനം ഒരു കാരണവശാലും ഈ രാജ്യത്ത് അനുവദിക്കാൻ പാടുള്ള ഒരു കാര്യമല്ല. കേരളത്തിലെ സംഘടിത മതശക്തികൾ നടത്തുന്ന ഇത്തരം സമീപനങ്ങൾക്കെതിരെ വിപ്ലവ പ്രസ്ഥാനങ്ങളും കോൺഗ്രസും BJPയും അവരെ ഭയപ്പെട്ട് അവർക്കെതിരെ പറയുവാനോ അവരെടുക്കുന്ന നിലപാടുകളെ എതിർക്കുവാനോ തയ്യാറാകുന്നില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. അതുപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിലും BJPക്കാരൻ വരെ ഇന്ന് അവരെ ഭയപ്പെട്ട് അവരെടുക്കുന്ന നിലപാടുകൾക്കെതിരെ പറയുവാൻ തയ്യാറാകുന്നില്ല എന്ന സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയണം. സംഘടിതമായി നിൽക്കുന്നവർ ഏത് നിലപാടെടുത്താലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പിന്നിൽ നിൽക്കും. രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും ഭൂമി, തൊഴിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഈഴവ സമുദായത്തോടും പിന്നോക്കക്കാരോടും നീതി പുലർത്തുന്നില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവിടുത്തെ ഈഴവരോടും പിന്നോക്കക്കാരോടും നീതി പുലർത്തുന്നില്ല എന്നുള്ള ആക്ഷേപം മുമ്പോട്ട് വെച്ചുകൊണ്ട് അതിന്റെ കണക്കുകൾ തുറന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ആ സമ്മേളനം നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് കൂടുകയുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10 സെന്റ് വീതം ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയപ്പോൾ തേയില, കാപ്പി, റബ്ബർ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ഈഴവർക്കും പിന്നോക്കക്കാരനും എന്തു നൽകിയെന്നും തുഷാർ ചോദിച്ചു. എന്തുകൊണ്ട് 10 സെന്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അവിടെ കുടിയേറ്റ അവകാശം കൊടുത്തപ്പോൾ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളിലും കാപ്പിത്തോട്ടങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും ലക്ഷക്കണക്കിന് ഈഴവനും പിന്നോക്കക്കാരനും ഇവിടെ അന്നും അവിടെ ഉണ്ടായിരുന്ന ലേഖയിൽ താമസിച്ചിരുന്ന ഒരാൾക്കെങ്കിലും ഒരു 10 സെന്റ് സ്ഥലം കൊടുത്ത ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? SNDP യോഗം റാന്നി യൂണിയൻ പ്രസിഡന്റ് കെ വസന്തകുമാർ അധ്യക്ഷനായിരുന്നു. വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒപ്പം പ്രവർത്തിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ചാവേറുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് നമ്മുടെ യുവജനങ്ങളെ സംഘടിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് SNDP യോഗത്തിന്റെ സമാരാധനായ വൈസ് പ്രസിഡന്റ് അവരുകൾ അടക്കമുള്ള നേതാക്കന്മാർ ഈഴവ സമുദായത്തിലെ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളെയും മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം ഹോമിക്കേണ്ടത് ആവശ്യമില്ല എന്നും നാം ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ സമുദായത്തിന് വേണ്ടി, നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അനിവാര്യമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കാലങ്ങൾക്ക് ശേഷം വളരെ നാളുകളായി യൂത്ത് മൂവ്മെന്റ് പ്രവർത്തനം നിർജീവാവസ്ഥയിലായിരുന്ന നമ്മുടെ യൂണിയനിൽ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തനം സജീവമാക്കുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും
പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ യൂത്ത് മൂവ്മെന്റ് റാന്നി യൂണിയന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. SNDP യോഗം പന്തളം യൂണിയൻ സെക്രട്ടറിയും യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് ചെയർമാനുമായ സിനിൽ മുണ്ടപ്പള്ളി സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ആയുസ്സും വകുസും ആത്മതപസ്സും ബലിയർപ്പണം ചെയ്ത് ഈ സമൂഹത്തിനാകമാനം വെളിച്ചം പകർന്നുകൊണ്ട് പ്രാന്താലയമായിരുന്ന കേരളത്തെ ശാന്താലയമായി പരിവർത്തനം ചെയ്ത് ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റി ഈ കേരളത്തെ കേരളമാക്കി പുതുക്കിപ്പണിഞ്ഞ് കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പരമ ദൈവമായി ഭഗവാൻ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ നമ്മുടെ കൺകണ്ട പരമ ദൈവമാണെന്ന് ഹൃദയത്തിൽ തൊട്ട് പറയുവാൻ കഴിയുന്നവരായി ഈഴവ സമുദായത്തിലെ അംഗങ്ങൾ മാറണം. യോഗം റാന്നി യൂണിയൻ സെക്രട്ടറി PN സന്തോഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. SN യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് കൺവീനർ ഡോക്ടർ രതീഷ് കണ്ണമ്പറമ്പിൽ സംഘടനാ സന്ദേശം നൽകി. യോഗം ബോർഡ് മെമ്പർ ബാബു വയറൻമരുതി, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് കൺവീനർ പ്രജി ഗോപിനാഥ്, യൂത്ത് മൂവ്മെന്റ് ജില്ലാ കൺവീനർ രാകേഷ് ഇലവുന്തിട്ട, യൂത്ത് മൂവ്മെന്റ് റാന്നി യൂണിയൻ പ്രസിഡന്റ് സതീഷ് KS, യൂണിയൻ കൌൺസിലർ ഓമന പ്രസന്നൻ, ഓമന ശ്രീധരൻ, ശില്പ ഷാജി, കിരൺ ജെ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗുരുസ്മരണയോടെയായിരുന്നു യോഗത്തിന് തുടക്കമിട്ടത്. തുടർന്ന് SN യൂത്ത് മൂവ്മെന്റ് സജീവ പ്രവർത്തകനായിരുന്ന സുജിത് സോബിന്റെ നിര്യാണത്തിൽ യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. തുഷാർ വെള്ളാപ്പള്ളിക്ക് SNDP യോഗം റാന്നി യൂണിയന്റെ ഉപഹാരമായി പുഷ്പകിരീടവും പുഷ്പമാലയും ചാർത്തി. സിറ്റി ന്യൂസ് റാന്നി. തിരുവല്ല താലൂക്ക് NSS കരയോഗ യൂണിയൻ കിഴക്കൻ മേഖല കരയോഗ പ്രവർത്തക സമ്മേളനം മെയ് 4-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ തടിയൂർ NSS ഹൈസ്കൂളിലെ മന്നം നഗറിൽ നടക്കും. NSS നായക സഭാംഗവും തിരുവല്ല യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് NS പ്രഭാകരൻ പിള്ള അധ്യക്ഷനായിരിക്കും. NSS കരയോഗ രജിസ്ട്രാർ KN വിശ്വനാഥൻ പിള്ള ഉദ്ഘാടനം ചെയ്യും. വനിതാ യൂണിയൻ പ്രസിഡന്റ് P കനകവലി അമ്മ, അരൂർ NSS പ്രാദേശിക യൂണിയൻ പ്രസിഡന്റ് TP ജനാർദ്ദനൻ നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. അത്തിക്കയത്ത് റോഡ് യാത്ര ദുഷ്കരമാകുന്നു. പരാതികൾ പലതും പറഞ്ഞിട്ടും പ്രയോജനമില്ലാത്ത അവസ്ഥയാണ്. നാറാണമുഴി പഞ്ചായത്തിലെ അത്തിക്കയം മേഖലയിൽ ഗതാഗത പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കാതെ കിടക്കുന്ന ഒന്നാണ്. അതിവികസന മേഖലയായതുകൊണ്ട് ബന്ധപ്പെട്ട ഭരണകൂടങ്ങൾ യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല. എന്നാൽ അത്തിക്കയം കടുമിഞ്ചിറ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ ഗതാഗത പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. അത്തിക്കയം ടൗണിൽ നിന്നും മന്ദിരമ്പടി ഭാഗത്തേക്കുള്ള റോഡ് കുണ്ടും കുഴിയുമായി കിടക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് റോഡ് ടാറിങ്ങിന് 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചെങ്കിലും റോഡ് പണിക്കായുള്ള മിറ്റിൽ മാത്രം ഇറക്കിയ ശേഷം കരാറുകാർ രക്ഷപ്പെടുകയായിരുന്നു. റോഡ് പണിക്കായി ഇറക്കിയ മിറ്റിൽ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ച് അയൽപക്കത്തെ പറമ്പിലും മറ്റുമായി എത്തപ്പെട്ടിരിക്കുന്നു. മിറ്റിൽ റോഡിൽ നിരന്നു കിടക്കുന്നത് മൂലം റോഡിലൂടെ വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയുമാണ്. വേനൽ മഴയോടനുബന്ധിച്ച് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് യാത്രാക്ലേശങ്ങൾ വർദ്ധിപ്പിക്കുന്നു. മാനത്ത് കാർമേഘങ്ങൾ കണ്ടാൽ ഓട്ടോറിക്ഷ പോലും ഈ ഭാഗത്തേക്ക് കടന്നുവരുവാൻ മടിക്കുന്ന സ്ഥിതിയാണ്. റോഡിലെ കുണ്ടും കുഴിയും മൂലം വാഹനങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുന്നതും പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. പ്രശ്നം ചൂണ്ടിക്കാട്ടി വാർഡംഗത്തെ സമീപിച്ചാൽ തൃപ്തികരമായ മറുപടി പറയുവാൻ തയ്യാറാകുന്നില്ലെന്ന് പ്രദേശവാസി മനീഷ പറയുന്നു. നമ്മുടെ അത്തിക്കയം സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് അത്തിക്കയം SN ഓഡിറ്റോറിയം, അതുപോലെ തന്നെ CBSE SN CBSE സ്കൂള്, ഇങ്ങനെ ഈ പോകുന്ന ഈ വഴികളിൽ
ഈ മഴ പെയ്യുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മഴ പെയ്ത് കഴിയുമ്പോൾ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുന്ന രീതിയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ വേനൽമഴ ആരംഭിച്ചതേ ഉള്ളൂ. ഈ വേനൽമഴ ആരംഭിച്ചപ്പോൾ തന്നെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി ആൾക്കാർ ഇവിടെ യാത്ര ചെയ്യുന്നതാണ്. കൊച്ചുകുട്ടികളും അതുപോലെ പ്രായമുള്ള ആൾക്കാരുമൊക്കെ. ഇപ്പോൾ ഈ വെള്ളക്കെട്ട് കാരണം ഇവിടെ വന്നിട്ട് തിരിച്ച് അത്തിക്കത്തിൽ പോയി ഓട്ടോ വിളിച്ച് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും 10 ലക്ഷം രൂപ ഈ റോഡിന് അനുവദിക്കുകയും ഒരു 1.5 മാസത്തിന് മുമ്പ് ഇവിടെ കുറച്ച് മിറ്റിൽ റോഡിൻ്റെ ഇരു സൈഡിലുമായി നിരത്തിയിട്ടിരുന്നു. ഈ റോഡിൻ്റെ മിറ്റിൽ ഇരു സൈഡിലുമായി മിറ്റിൽ നിരത്തിയിട്ടപ്പോൾ യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞത് അത് എനിക്ക് അറിയില്ല, ഒരു 4 അംഗ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ 4 അംഗ കമ്മിറ്റി ആരാണെന്ന് പോലും നമുക്ക് പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഈ 4-ാം വാർഡും 8-ാം വാർഡിൻ്റെയും ഈ സൈഡിൽ കിടക്കുന്ന ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ്. ഇനിയും ജൂൺ മാസങ്ങളിലൊക്കെ മഴ വരുമ്പോൾ പെട്ടെന്നൊരു റോഡ് പണി ആരംഭിച്ചാൽ അത് അധികം നാൾ നിലനിൽക്കുകയില്ല. അപ്പോൾ തീർച്ചയായും ഇതൊരു വേണ്ടപ്പെട്ട അധികൃതർ വേണ്ടുന്ന നടപടി എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് അറിയിച്ചുള്ളൂ. വരാനിരിക്കുന്ന വർഷകാലത്ത് റോഡ് പണി നടത്തി വഴിപാടായി മാത്രം അവശേഷിപ്പിക്കുവാനുള്ള ശ്രമവും നടക്കുന്നതായി ആരോപണമുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ മേഖലയിലേക്കുള്ള ഗതാഗതം നിർത്തിവെക്കുമെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു. ഈ റോഡ് കൂടെ ഒരു വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിക്ക് അന്നേരം പണിയും അങ്ങനെ ഭയങ്കര രാത്രിയിൽ ഒരു മനുഷ്യന് അത്യാവശ്യത്തിന് വിളിച്ചാൽ പോലും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഈ റോഡിൽ കൂടെ അങ്ങനെ പോകാനാ. ഒരു വയ്യാത്ത രോഗിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോയി റോഡിൽ കൂടെ പോയാൽ. ഈ റോഡ് നാറമൂഴി പഞ്ചായത്തിൻ്റെ ടൗൺ വാർഡിൽപ്പെട്ട സ്ഥലമാണ്. ഇതുവഴി ഒരു ഓട്ടോയ്ക്ക് പോലും ഇപ്പം കടന്നു പോകാൻ പറ്റത്തില്ല. ഈ റോഡ് മൊത്തം വെള്ളമായിട്ടും ഈ ഡ്രൈവർമാരൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഈ റോഡ് നന്നാക്കാനെ കൊണ്ട് പഞ്ചായത്ത് അധികൃതരൊന്നും ചെയ്യുന്നില്ല. അതിന് നാട്ടുകാരെല്ലാം കൂടെ സംഘടിച്ച് സമര പരിപാടികൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഇനിയെങ്കിലും പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് അത്തിക്കയം പ്രദേശത്തെ നിവാസികൾ. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചട്ടമ്പി സ്വാമികളുടെ 90ാം ചരമദിനം ആചരിച്ചു. വിദ്യാധിരാജ മന്ദിരത്തിൽ ശ്രീകുമാരൻ പോറ്റിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്കു ശേഷം സമാധി ദിനാചരണ യോഗം നടന്നു. മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശശിധരൻ നായർ, MK വിജയൻപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. റാന്നി കുറ്റ്യാനി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് 4-ാം തീയതി ഞായറാഴ്ച രാവിലെ 10-ന് ചെമ്പിൽ അരിയിടൽ കർമ്മം നടക്കും. തുടർന്ന് അങ്കമാലി ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ യൂഹാനോൻ മാർ പോളികാർപ്പോസിന് സ്വീകരണം നൽകും. വൈകിട്ട് 7-ന് ഭക്തി നിർഭരമായ റാസ എന്നിവ നടക്കും. രാത്രി 9-ന് വാദ്യമേളങ്ങളുടെ ഡിസ്പ്ലേ നടക്കും. 5-ാം തീയതി രാവിലെ 10-ന് പള്ളിപ്പടി കുരിശടിയിലേക്ക് ചെമ്പെടുപ്പ്, റാസ, നേർച്ച വിളമ്പ്, 11-ന് കൊടിയിറക്കം എന്നിവ നടക്കും. നിര്യാതനായി. റാന്നി കീക്കൊഴൂർ മാടത്തേത്ത് EMB ഹൌസ് MB എബ്രഹാം നിര്യാതനായി. 94 വയസ്സായിരുന്നു. സംസ്കാരം 3-ാം തീയതി ശനിയാഴ്ച കീക്കൊഴൂർ സെന്റ് ഫ്രാൻസിസ് അസീസി മലങ്കര കത്തോലിക്ക പള്ളിയിൽ. പരേതയായ റേച്ചൽ എബ്രഹാമാണ് ഭാര്യ. ഫിലിപ്പോസ് എബ്രഹാം കോറെപ്പിസ്കോപ്പ, MA എബ്രഹാം, സാലി, കുഞ്ഞുമോൻ എന്നിവർ മക്കളും സുജ, ജോർജ് തോമസ്, അലക്സാണ്ടർ എന്നിവർ മരുമക്കളുമാണ്. റാന്നി വട്ടപ്പുരയടുത്ത് ഡിലു റോഷിന്റെ ഭാര്യ മരിയ ഡിലു നിര്യാതയായി. 28 വയസ്സായിരുന്നു. സംസ്കാരം 3-ാം തീയതി ശനിയാഴ്ച 2 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ. പരേത കോട്ടയം പേരൂർ വെള്ളാപ്പള്ളി മറ്റത്തിൽ കുടുംബാംഗമാണ്. അശ്വന മകളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന ട്രക്ക് തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. പാചകവാത വിതരണം സംസ്ഥാനത്ത് പ്രതിസന്ധിയിലേക്ക്. മദ്യവിൽപ്പനയിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. ചില്ലറ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ നവീകരിക്കുന്നതിനേക്കാൾ സർക്കാരിന് ബാർ ലൈസൻസ് വിഷയമാണ് താൽപര്യമെന്ന് ഹൈക്കോടതി. പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിനായി മഹിളാ സമാഖ്യയുടെ പ്രവർത്തനത്തിന് തുടക്കമായി.
അതിവികസന മേഖലയായ അത്തിക്കയം ഭാഗങ്ങളിൽ യാത്ര ദുരിതപൂർണമാവുന്നു. പരാതികൾ വെറും ജലരേഖയായി മാറുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.